കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ താലിബാൻ എന്ന് പറയുമ്പോൾ ഒരു തികഞ്ഞ വിസ്മയമായിരുന്നു കേരളത്തിലെ ചില പ്രബുദ്ധർക്ക്. താലിബാനെ പ്രശംസിക്കുന്ന ലേഖനങ്ങളൊക്കെ വന്ന നാടാണ്. മാധ്യമങ്ങളൊക്കെ ആ രീതിയിലുള്ള വാർത്തകളൊക്കെ കൊടുത്തിരുന്നു. ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് താലിബാൻ വലിയ സംഭവമാണ്, താലിബാൻ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളാണ്, അമേരിക്കക്കെതിരെ പോരാടുന്ന സംഘടനയാണ്, അതുകൊണ്ട് തന്നെ അവർ വലിയ സംഭവമാണ്, അവരൊരു വിസ്മയമാണെന്നൊക്കെയുള്ള ഒരു സമീപനമായിരുന്നു ഇവിടുത്തെ സോക്കോൾഡ് സ്വയം പ്രഖ്യാപിത പ്രബുദ്ധർ സ്വീകരിച്ചിരുന്നത്. ഇടത് ജിഹാദി ഇക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ലേഖനങ്ങളും ഇത്തരം പെയിൻ്റടികളൊക്കെ അല്ലെങ്കിൽ ഇവരെ വെള്ളപൂശുന്ന നടപടികളൊക്കെ വളരെ സജീവമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ കാരണം ഇപ്പോൾ കേരളത്തിൽ ഇതേ താലിബാൻ ഇപ്പോൾ ഒരു പിന്തിരിപ്പൻ സംഘടനയായി മാറിയിരിക്കുകയാണ്. എന്തായാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. മോദി സർക്കാരിന് അതിന് ഒരു ക്രെഡിറ്റ് കൊടുക്കണം. കാരണം കേരളത്തിലെ ഇടത് ജിഹാദികളൊക്കെ ഇപ്പം താലിബാനെ തള്ളിപ്പറയുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ്. താലിബാൻ മന്ത്രി, അതായത് വിദേശകാര്യമന്ത്രി, അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയായ അമീർ മുത്തക്കി ഇന്ത്യ സന്ദർശിച്ചതിനെ തുടർന്നാണ് കാര്യങ്ങളാകെ അങ്ങ് മാറി മറിഞ്ഞത്. ഇപ്പോൾ താലിബാൻ ഇല്ലാത്ത കുറ്റങ്ങളില്ല. താലിബാൻ ഒരു പിന്തിരിപ്പൻ സംഘടനയാണ്. ഇന്ത്യ താലിബാനുമായി എന്തിനാണ് ഈ ബന്ധം പുലർത്തേണ്ടത്? വീണ്ടും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ എന്തിനാണ് നടത്തുന്നത്? സ്ത്രീകളെ വേർതിരിച്ചു, മാധ്യമപ്രവർത്തകർക്ക്, അതായത് വനിതകളായുള്ള മാധ്യമപ്രവർത്തകർക്ക് അനുവാദം നൽകിയില്ല അഫ്ഗാൻ എംബസിയിലെ പരിപാടിയിൽ. പക്ഷേ ഇതേ താലിബാൻ തന്നെ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം അവരുടെ നിലപാട് തിരുത്തി എന്നുള്ള, ഇന്ത്യയിൽ വന്ന് താലിബാൻ്റെ നിലപാട് തിരുത്തി അവർ വനിതാ മാധ്യമപ്രവർത്തകരെ സ്വീകരിച്ചു. അവരുടെ ചോദ്യങ്ങൾക്ക് വിദേശകാര്യമന്ത്രിയായ അമീർ മുത്തക്കി ഉത്തരം പറഞ്ഞു. അപ്പം അതാണ്, ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏത് പിന്തിരിപ്പൻ സംഘടനയാണെങ്കിലും അവരുടെ നിലപാട് മാറ്റും, ഒരു പരിധിവരെ മാറ്റുമെന്നുള്ളത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിദേശ പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ താല്പര്യം, രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ് പ്രധാനം. കാരണം നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ ഒരു പ്രായോഗികമായുള്ള ഒരു രീതി പിന്തുടരുക എന്നുള്ളതാണ്. കാരണം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യക്ക് ഗുണം ലഭിക്കുന്നത്, അവരുമായി നമ്മൾ ചേരേണ്ട മേഖലയിൽ, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാവുന്ന മേഖലകളിൽ ഒന്നിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ ചങ്ങാത്തത്തെ വിമർശിക്കുന്നവരുണ്ട്. അതേസമയം തന്നെ ഇന്ത്യയുടെ അടിസ്ഥാന നിലപാട് പലസ്തീൻ വിഷയത്തിൽ എന്താണ്, പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ഇന്ത്യ ഇപ്പോഴും അംഗീകരിക്കുന്നു. ആ വാദത്തിനൊപ്പമാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത്. അതുമാത്രമല്ല ഹ്യൂമാനിറ്റേറിയൻ പ്രോസസ്സൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അതിനെയൊക്കെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേലിനെ നമ്മൾ മാറ്റി നിർത്തേണ്ട സാഹചര്യമില്ല. കാരണം അത് അവരുടെ വിഷയമാണ്, ബൈലാറ്ററൽ ഇഷ്യൂസാണ്. നമുക്ക് നമ്മുടെ നിലപാടുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൻസ് മേഖലയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഷെയറിങ്ങിൽ ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള ഒരു ഇൻപുട്ട് നൽകുന്ന കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാനുണ്ട്. കാരണം പണ്ട് ഇവിടെ എന്നും ആഭ്യന്തര സ്ഫോടനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ത്യയിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു പരിധിവരെ അതെല്ലാം അതിജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇൻ്റലിജൻസ് ഷെയറിങ്ങും വിഷയങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനെതിരെ താലിബാൻ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യയെ ഈ ഒരു ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് എന്തായാലും ആ മേഖലയിൽ ഒരു റീജിയണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ആ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു കൺട്രിയാണ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലാണെങ്കിലും അല്ലാതെയൊക്കെ. അപ്പം സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രത്തെ പൂർണ്ണമായി അവഗണിക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല. പ്രത്യേകിച്ച് ഇറാൻ വീക്കായ ഒരു സാഹചര്യത്തിൽ, റഷ്യ ആണെങ്കിൽ യുക്രൈൻ വാറിൻ്റെ തിരക്കിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ പോലെ അത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കൺട്രിയെ ഇന്ത്യ പൂർണ്ണമായും എന്തിനാണ് വിട്ടുകൊടുക്കേണ്ട ആവശ്യം? കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെതിരെയുള്ള എല്ലാ നീക്കങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ശത്രു രാജ്യമായ, നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ക്രോസ് ബോർഡർ ടെററിസവുമായി മുന്നോട്ട് പോകുന്ന ഒരു കൺട്രിക്കെതിരെ ഏത് നിലപാടും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, 58 പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ആ ഒരു ബോർഡറിലുണ്ട്. അതായത് പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രോസ് ബോർഡർ ടെററിസം ഡെവലപ്പ് ചെയ്യാനോ ഇപ്പം സമയമില്ലാത്തൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം സ്വീകരിക്കുന്നത്. അവരുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ട് പാകിസ്ഥാനെ വാൺ ചെയ്തു. അതുമാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ്
ഭീകരവാദത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഇതൊക്കെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് വിജയം തന്നെയല്ലേ. പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെ അപലപിച്ച സംഘടനയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ, അല്ലെങ്കിൽ നിലവിൽ ഭരിക്കുന്ന താലിബാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തോട്ട്സ് ആൻഡ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ പോളിസീസാണ് പ്രധാനം. കാരണം ഇന്ത്യക്ക് എന്ത് ഗുണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പല ആളുകൾക്കും ഭയങ്കര വിഷമമുണ്ട്. കാരണം പാകിസ്ഥാനെതിരെ അഫ്ഗാൻ താലിബാൻ തിരിയുമ്പോൾ ഇവിടെ പല ആളുകൾക്കും, പ്രത്യേകിച്ച് കേരളത്തിലെ ചില മതമൗലികവാദികൾക്ക് ഭയങ്കരമായിട്ട് കുരുപൊട്ടുന്നുണ്ട്, വിഷമമുണ്ട്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ മതഭ്രാന്തന്മാർ, വർഗീയത പുലർത്തുന്നവർ എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.